മരുഭൂമിയിലെ ശബ്ദമാകാൻ വിളിക്കപ്പെട്ടവനായിരുന്നു സ്നാപക യോഹന്നാൻ. മാർക്കോസിൻ്റെ സുവിശേഷ പ്രകാരം മിശിഹായ്ക്ക് വഴിയൊരുക്കാൻ വേണ്ടി വന്നവനാണ് സ്നാപക യോഹന്നാൻ. മലാക്കിയുടെ പ്രവചനപ്രകാരം ഈ ഒരു ദൂതൻ എന്നുള്ളത് ഏലിയായുടെ പുനരവതാരവും കൂടിയാണ്. സത്യത്തിൽ 400 ചില്ലാനും വർഷത്തെ പ്രവാചക നിശബ്ദതയ്ക്ക് വിരാമമായിരുന്നു ഈ സ്നാപക യോഹന്നാൻ്റെ മരുഭൂമിയിലെ പ്രത്യക്ഷപ്പെടലും മാനസാന്തരത്തിൻ്റെ സന്ദേശം കൈമാറലും. ചരിത്രപരമായിട്ട് പരിശോധിക്കുമ്പോൾ മലാക്കിയാണ് ഇസ്രായേലിൻ്റെ അവസാനത്തെ പ്രവാചകൻ. പ്രവാസത്തിന് ശേഷം തിരിച്ചെത്തി ഇസ്രായേൽ ജനം രണ്ടാമത് ദേവാലയം പുനരുദ്ധരിക്കുന്നുണ്ട്. അതിനുശേഷമാണ് മലാക്കി തൻ്റെ പ്രവചനം നടത്തുന്നത് യൂദായിൽ. സ്വാഭാവികമായിട്ടും അതിനുശേഷം ഒരു പ്രവാചകൻ ഇല്ല എന്ന് പറയുമ്പോൾ 400-ൽ പരം വർഷത്തിൻ്റെ ഒരു വിടവ് ചരിത്രപരമായിട്ടുണ്ട്. അതിനർത്ഥം ഈശോയുടെ കാലഘട്ടത്തിലെ ജനം ഒരിക്കലും ഒരു പ്രവാചകനെ കണ്ടിട്ടില്ല.